എല്ലാവർക്കും ടെക് വിൻഡോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ റെയിൽവേ എഞ്ചിനീയറിംഗിൽ ഒരു ഇമ്പോർട്ടൻറ്റ് പോർഷനായ പോയിന്റ്സ് ആൻഡ് ക്രോസിങ്സിനെ നോക്കാം. ഓക്കെ, എന്താണ് ഈ പോയിന്റ്സ് ആൻഡ് ക്രോസിങ്സ്? ദേ ആർ ദി പെക്യൂലിയർ അറേഞ്ച്മെൻറ്റ് യൂസ്ഡ് ഇൻ പെർമനൻറ്റ് വേ ടു ഗൈഡ് ദ ട്രെയിൻസ് ഫോർ ഡയറക്ഷണൽ ചേഞ്ച്. അപ്പോൾ ഡയറക്ഷണൽ ചേഞ്ച്, ട്രെയിനിൻ്റെ ഡയറക്ഷണൽ ചേഞ്ചിന് വേണ്ടി സഹായിക്കുന്ന ഒരു പെക്യൂലിയർ അറേഞ്ച്മെൻറ്റിനെയാണ് നമ്മൾ പോയിന്റ്സ് ആൻഡ് ക്രോസിങ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ പോയിന്റ്സ് ആൻഡ് ക്രോസിങ്സ് ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 3 മെയിൻ കമ്പോണൻസ്. 3 കമ്പോണൻസ് ആണ് മെയിൻ ആയിട്ട് വരുന്നത്: പോയിന്റ്, ലീഡ് ആൻഡ് ക്രോസിംഗ് എലമെന്റ്സ്. അപ്പോൾ പോയിന്റ്സ് ആൻഡ് ക്രോസിംഗ് അസംബ്ലിയിൽ വരുന്ന 3 പ്രധാനപ്പെട്ട കമ്പോണൻസ് എന്ന് പറയുന്നത് പോയിന്റ്, ലീഡ് ആൻഡ് ക്രോസിംഗ് എലമെന്റ്. ഇനി നമുക്ക് ഓരോന്ന് എന്താന്ന് നോക്കാം. പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ? എ പെയർ ഓഫ് ടങ് റെയിൽ വിത്ത് ദെയർ സ്റ്റോക്ക് റെയിൽ ആർ ടേംഡ് ആസ് പോയിന്റ്സ്. അപ്പോൾ ടങ് റെയിലും സ്റ്റോക്ക് റെയിലും കൂടിയുള്ള അറേഞ്ച്മെൻറ്റ്സിനെയാണ് നമ്മൾ പോയിന്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ക്രോസിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? എ ക്രോസിംഗ് ഈസ് എ ഡിവൈസ് ഇൻട്രൊഡ്യൂസ്ഡ് അറ്റ് ദ ജംഗ്ഷൻ വെർ 2 റെയിൽസ് ക്രോസ് ടു പെർമിറ്റ് ദ വീൽ ഫ്ലാഞ്ച് ഓഫ് ദ റെയിൽവേ വെഹിക്കിൾ ടു പാസ് ഫ്രം വൺ ട്രാക്ക് ടു അനദർ. അപ്പോൾ ഒരു ട്രാക്കിൽ നിന്ന് മറ്റൊരു ട്രാക്കിലേക്ക് അറേഞ്ച് ചെയ്യാനുള്ള ഒരു ഡിവൈസ്, വീലിന് മൂവ് ചെയ്യാനുള്ള ഒരു ഡിവൈസ് ആയിട്ടാണ് ഈ ക്രോസിംഗ് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ പോയിന്റ്സ് എന്താന്ന് പറഞ്ഞു? സ്റ്റോക്ക് റെയിലും ടങ് റെയിലും കൂടിയിട്ടുള്ളതിനെയാണ് നമ്മൾ പോയിന്റ്സ് എന്ന് പറയുന്നത്. ക്രോസിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രെയിനിൻ്റെ വീലിന് ഒരു ട്രാക്കിൽ നിന്ന് മറ്റൊരു ട്രാക്കിലേക്ക് കടക്കാനുള്ള ഒരു ഡിവൈസ് ആയിട്ട് ആക്ട് ചെയ്യുന്നതാണ് ക്രോസിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ടേൺ ഔട്ട് എന്ന് പറഞ്ഞാൽ എന്താ? It denotes the points and crossings with the lead rails. ഈ points and crossingsഉം അത് വിത്ത് ലീഡ് റെയിൽസ്, അത് രണ്ടും കൂടിയിട്ടുള്ള ആ ഒരു അറേഞ്ച്മെൻറ്റിനെയാണ് നമ്മൾ ടേൺ ഔട്ട് എന്ന് പറയുന്നത്. ടേൺ ഔട്ട് എന്തിനാണ് സഹായിക്കുന്നത്? ട്രെയിനിനെ ഒരു ട്രാക്കിൽ നിന്ന് മറ്റൊരു ട്രാക്കിലേക്കുള്ള മൂവ്മെൻറ്റിനാണ് അത് സഹായിക്കുന്നത്. ഓക്കെ, ഇനി ടങ് റെയിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ടങ് റെയിൽ, സ്റ്റോക്ക് റെയിൽ, ചെക്ക് റെയിൽ, അങ്ങനെ 2-3 പ്രധാനപ്പെട്ട ടേംസ് ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ടങ് റെയിൽ എന്താണെന്ന് നോക്കാം. ടങ് റെയിൽ ഇറ്റ് ഈസ് എ ടേപ്പേർഡ് മൂവബിൾ റെയിൽ കണക്റ്റഡ് അറ്റ് ഇറ്റ്സ് തിക്കസ്റ്റ് എൻഡ് ടു ദി റണ്ണിങ് റെയിൽ. റണ്ണിങ് റെയിലിനോട് അല്ലെങ്കിൽ സ്റ്റോക്ക് റെയിലിനെയാണ് നമ്മൾ റണ്ണിങ് റെയിൽ എന്ന് പറയുന്നത്. സ്റ്റോക്ക് റെയിലിനോട് അറ്റാച്ച് ചെയ്തിട്ടുള്ള ടേപ്പേർഡ് മൂവബിൾ റെയിലിനെയാണ് നമ്മൾ ടങ് റെയിൽ എന്ന് പറയുന്നത്. അപ്പോൾ സ്റ്റോക്ക് റെയിലിനാണ് മെയിൻ റെയിൽ വരുന്നത്, അതിനോട് അറ്റാച്ച് ചെയ്തിട്ടുള്ള ടേപ്പേർഡ് റെയിലിനെയാണ് നമ്മൾ ടങ് റെയിൽ എന്ന് പറയുന്നത്. സ്റ്റോക്ക് റെയിൽ എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് ദ റണ്ണിങ് റെയിൽ അഗെയിൻസ്റ്റ് വിച്ച് ടങ് റെയിൽ ഫങ്ഷൻസ്. അപ്പോൾ സ്റ്റോക്ക് റെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റണ്ണിങ് റെയിലിനെയാണ് സ്റ്റോക്ക് റെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനോട് കൂടി നമ്മൾ ടങ് റെയിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, ഇനി സ്വിച്ച് എന്ന് പറഞ്ഞാൽ എന്താ? എ പെയർ ഓഫ് ടങ് വിത്ത് സ്റ്റോക്ക് റെയിൽ വിത്ത് നെസസറി കണക്ഷൻസ് ആൻഡ് ഫിറ്റിങ്സ്. അപ്പോൾ ടങ്ങും സ്റ്റോക്കും അതിൻ്റെ കൂടെ നെസസറി കണക്ഷൻസും ഫിറ്റിങ്സും ഒക്കെ കൂടി ചേർന്നതിനെയാണ് നമ്മൾ സ്വിച്ച് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ പെയർ ഓഫ് ടങ് ആൻഡ് സ്റ്റോക്ക് റെയിൽ വിത്ത് നെസസറി കണക്ഷൻസ് ആൻഡ് ഫിറ്റിങ്സിനാണ് നമ്മൾ സ്വിച്ച് എന്ന് പറയുന്നത്. ഓക്കെ, ഹീൽ ഓഫ് സ്വിച്ച് എന്ന് പറഞ്ഞാൽ എന്താ? It is an imaginary point on the gauge line midway between the end of the lead rail and tongue rail in case of loose heel switches. In case of fixed heel switches, it is a point on the gauge line of the tongue rail opposite the center of the heel block. അപ്പോൾ ഫിക്സ്ഡ് ഹീൽ സ്വിച്ചസിലാണെങ്കിൽ നമ്മുടെ അതായത് ഈ ടങ് റെയിലിൻ്റെ ഗേജ് ലൈനിൽ വരുന്നൊരു പോയിന്റ്, അതിനെയാണ് നമ്മൾ ഹീൽ ഓഫ് സ്വിച്ച് എന്ന് പറയുന്നത്. വിച്ച് വിൽ ബി ഓപ്പോസിറ്റ് ടു ദി സെൻറ്റർ ഓഫ് ദി ഹീൽ ബ്ലോക്ക്. ഹീൽ ബ്ലോക്കിൻ്റെ സെൻറ്ററിന് ഓപ്പോസിറ്റിലാണ് അത് പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ടേം എന്താ? ലീഡ് എന്ന് പറഞ്ഞാൽ എന്താ? ദ ട്രാക്ക് പോർഷൻ ബിറ്റ്വീൻ ഹീൽസ് ഓഫ് സ്വിച്ച് ടു ദി ബിഗിനിങ് ഓഫ് ക്രോസിംഗ് അസംബ്ലി ഈസ് കോൾഡ് ലീഡ്. അപ്പോൾ അതായത് ഹീലോ സ്വിച്ച് മുതൽ ബിഗിനിങ് ഓഫ് ക്രോസിംഗ് അസംബ്ലി വരെയുള്ള ആ ഒരു ട്രാക്ക് പോർഷനെയാണ് നമ്മൾ ലീഡ് എന്ന് പറയുന്നത്. ഹീൽ ഓഫ് സ്വിച്ച് മുതൽ ക്രോസിംഗ് അസംബ്ലിയുടെ ബിഗിനിങ് വരെയുള്ള ആ ഒരു പോർഷൻ, അതിനെയാണ് ലീഡ് എന്ന് പറയുന്നത്. ഓക്കെ, ടേൺ ഇൻ കർവ്, the track portion between the heel of crossing to the fouling marks. heel of crossing മുതൽ ഫൗളിംഗ് മാർക്ക് വരെയുള്ള ആ ട്രാക്ക് പോർഷനെയാണ് നമ്മൾ ടേൺ ഇൻ കർവ് എന്ന് പറയുന്നത്. ഹീൽ ഓഫ് ക്രോസിംഗ് മുതൽ ഫൗളിംഗ് മാർക്ക് വരെയുള്ള പോർഷനെയാണ് നമ്മൾ ടേൺ ഇൻ കർവ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ക്രോസിങ്സ് എന്ന് പറഞ്ഞാൽ എന്താ? A crossing or frog is a device introduced at the point where 2 gauge faces cross each other to permit the flanges of a railway vehicle to pass from one track to other. Okay,
ക്രോസിങ്ങിന് വേറൊരു പേര് ഫ്രോഗ് എന്നാണ്. അതെന്ന് പറയുന്നത് എന്തായിരുന്നു, നമ്മുടെ റെയിൽവേ വെഹിക്കിളിൻ്റെ ഫ്ലാഞ്ചസിന് ഒരു ട്രാക്കിൽ നിന്ന് മറ്റൊരു ട്രാക്കിലേക്ക് കടക്കാനുള്ള ഡിവൈസ് ആയിട്ട് ആക്ട് ചെയ്യുന്നതാണ് ഈ ക്രോസിംഗ് എന്ന് പറയുന്നത്. എ ഗ്യാപ്പ് ഈസ് പ്രൊവൈഡഡ് ഫ്രം ത്രോ ടു ദി നോസ് ഓഫ് ക്രോസിംഗ്. അപ്പോൾ ത്രോ മുതൽ നോസ് ഓഫ് ക്രോസിംഗ് വരെ നമ്മളൊരു ഗ്യാപ്പ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. ചെക്ക് റെയിൽസ് അഷ്യൂർസ് ദി കറക്റ്റ് മൂവ്മെൻറ്റ് ആൻഡ് ഗൈഡ് ദ വീൽസ് പ്രോപ്പർലി. അപ്പോൾ ചെക്ക് റെയിൽസ് എന്തിനാണ് സഹായിക്കുന്നത്, കറക്റ്റ് മൂവ്മെൻറ്റിനും അതുപോലെ വീൽസ് പ്രോപ്പറായിട്ട് ഗൈഡ് ചെയ്യാനും ഈ ചെക്ക് റെയിൽ സഹായിക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്രോസിങ്ങിനെ കുറിച്ചാണ്. അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്രോസിങ് ഏതൊക്കെയാണെന്ന് നോക്കാം. അക്യൂട്ട് ആംഗിൾ ക്രോസിംഗ് അല്ലെങ്കിൽ വി ക്രോസിംഗ്, ഒബ്റ്റ്യൂസ് ഓർ ഡയമണ്ട് ക്രോസിംഗ്, സ്ക്വയർ ക്രോസിംഗ്. ഈ അക്യൂട്ട് ആംഗിൾ ക്രോസിംഗ് എന്ന് പറഞ്ഞാൽ എന്താ, ഇൻ ദിസ് ടൈപ്പ് ഓഫ് ഇൻ്റർസെക്ഷൻ ഓഫ് ദ ടു ഗേജ് ഫേസസ് ഫോംസ് ആൻ അക്യൂട്ട് ആംഗിൾ. അപ്പോൾ ഇൻ്റർസെക്ഷനിൽ അവിടെ ഉണ്ടാകുന്ന ആംഗിൾ എന്ന് പറയുന്നത് അക്യൂട്ട് ആംഗിൾ ആയിരിക്കും. അതായത് വെൻ എ റൈറ്റ് റെയിൽ ക്രോസസ് എ ലെഫ്റ്റ് റെയിൽ ഇറ്റ് മേക്സ് ആൻ അക്യൂട്ട് ക്രോസിംഗ്. Thus, unlike rail crossings, form an acute crossing. അതായത് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് നമ്മൾ ക്രോസ് ചെയ്യുമ്പോൾ അവിടെ ഒരു അക്യൂട്ട് ആംഗിളാണ് ഉണ്ടാകുന്നതെങ്കിൽ അതിന് അക്യൂട്ട് ആംഗിൾ ക്രോസിംഗ് എന്നാണ് പറയുന്നത്. ഇനി ഒബ്റ്റ്യൂസ് ഓർ ഡയമണ്ട് ക്രോസിംഗ് എന്ന് പറഞ്ഞാൽ എന്താ, ഗേജ് ഫേസസ് മീറ്റ് ചെയ്യണത് ഒബ്റ്റ്യൂസ് ആംഗിളിലാണെന്നുണ്ടെങ്കിൽ അത് ഒബ്റ്റ്യൂസ് ക്രോസിംഗ്. വെൻ എ റൈറ്റ് ഓർ ലെഫ്റ്റ് റെയിൽ ക്രോസസ് എ സിമിലർ റെയിൽ ഇറ്റ് മേക്സ് ആൻ ഒബ്റ്റ്യൂസ് ക്രോസിംഗ്. അപ്പോൾ ലെഫ്റ്റ് റെയിലിൽ നിന്ന് റൈറ്റിലേക്ക് പോകുമ്പോഴോ റൈറ്റ് റെയിലിൽ നിന്ന് ലെഫ്റ്റിലേക്ക് പോകുമ്പോഴോ അവിടെ ഉണ്ടാകുന്ന ആംഗിൾ എന്ന് പറയുന്നത് ഒബ്റ്റ്യൂസ് ആണെങ്കിൽ അതിന് ഒബ്റ്റ്യൂസ് ആംഗിൾ ഓഫ് ക്രോസിംഗ് എന്നാണ് പറയുന്നത്. ഇനി സ്ക്വയർ ക്രോസിംഗ് എന്ന് പറഞ്ഞാൽ എന്താ, സ്ക്വയർ ക്രോസിംഗ് ഇൻ വിച്ച് ടു ട്രാക്സ് ക്രോസ് അറ്റ് റൈറ്റ് ആംഗിൾസ്. രണ്ട് ട്രാക്കുകൾ റൈറ്റ് ആംഗിൾസിലാണ് ക്രോസ് ചെയ്യുന്നതെങ്കിൽ അതിനെ നമ്മൾ സ്ക്വയർ ക്രോസിംഗ് എന്നാണ് പറയുന്നത്. അത് റയർലി ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.